വിഷയത്തിൽ സർക്കാരിനും പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി കെ മുരളീധരനും വമ്പൻ വിജയമാണ്, വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല എന്നുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സംസ്ഥാനത്ത് ഈ പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമാണല്ലോ. പലവിധ രോഗങ്ങൾ ആളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആരോഗ്യ വകുപ്പിനെതിരെ പ്രതിപക്ഷവും വിമർശനം ഉന്നയിക്കുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായി നിയമസഭയിൽ എത്തിയതുപോലും സംസ്ഥാനത്തെ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അപ്പൊ ഇതിനൊക്കെ ഇടയിലാണ് കോഴിക്കോട് വീണ്ടും നിപ്പ ബാധ സ്ഥിരീകരിച്ചതും. നിപ്പ കൂടുതൽ പേരിലേക്കൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് ആശ്വാസമാണെങ്കിലും നിപ്പ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചു എന്ന വാർത്ത ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പം ഈ സാഹചര്യത്തിൽ ഹൈഫൈ പരിശോധിക്കുന്നു, എന്തുകൊണ്ട് കോഴിക്കോട് മാത്രം നിപ്പ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതായത് എന്തുകൊണ്ട് നിപ്പ രോഗബാധ കോഴിക്കോട് ജില്ലയിൽ മാത്രം കൂടുതൽ വട്ടം കറങ്ങുന്നു? ഈ ചോദ്യത്തിന് 8 വർഷം കഴിഞ്ഞിട്ടും കാര്യമായ ഉത്തരമില്ല. ഇപ്പൊ പരിശോധനകളും ശാസ്ത്രീയ നിഗമനങ്ങളും ഒക്കെ വവ്വാലുകൾക്ക് മേൽ പറക്കുമ്പോഴും എന്തുകൊണ്ടാണ് കോഴിക്കോട് എന്ന ചോദ്യത്തിന് ഇനിയും ഒരു വ്യക്തമായ മറുപടി ഇല്ല. ഇത് തന്നെയാണ് ജനത്തിന് ആശങ്കയേറ്റുന്ന കാര്യവും. കൃത്യമായി പറയുകയാണെങ്കിൽ 8 വർഷങ്ങൾക്ക് മുൻപാണ് നിപ്പയിൽ കോഴിക്കോട് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ 2025, അതായത് കഴിഞ്ഞ വർഷം ജൂലൈ 1-ന് മലപ്പുറം മങ്കട സ്വദേശിയായ 18-കാരിയുടെ മരണവും നിപ്പ ബാധ മൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ നിപ്പ ബാധിച്ചിട്ടുള്ള മരണം 22 ആണ്. ഈ 22 മരണമാണ് സംസ്ഥാനത്ത് ആകെ ഉണ്ടായത്. അതിൽ 21 മരണവും സംഭവിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ ഒരു യുവാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ്പ ബാധിതനായി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഇതിൽ ആശ്വാസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരുടെയും പരിശോധന ഫലം നെഗറ്റീവാണ് എന്നുള്ളതാണ്. എല്ലാവരും ആശുപത്രി വിട്ടു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും കോഴിക്കോട് ജില്ലയിൽ നിന്നും നിപ്പ ആശങ്ക അത് പൂർണ്ണമായിട്ടും ഒഴിയുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ പറയണം. നിലവിൽ ഈ രോഗബാധ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ തന്നെ പഴം പച്ചക്കറി മേഖലയിൽ വരെ ഈ നിപ്പ പ്രതികൂല ബാധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. വവ്വാലുകളാണ് രോഗം പരത്തുന്നത് എങ്കിൽ അത് കേരളത്തിൽ കോഴിക്കോട് മാത്രമുള്ള പ്രതിഭാസമാണോ എന്നുള്ളതാണ് ജനത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. അധികൃതരിൽ നിന്നും വ്യക്തമായ വിശദീകരണം വേണമെന്നാണ് നാട്ടുകാർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന കാര്യവും. ഈ റംബുട്ടാൻ പോലുള്ള പഴങ്ങളുടെ സീസണിൽ പതിവായിട്ട് നിപ്പ വരുന്നതിന് പിന്നിൽ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന പോലും ചിലർ സംശയിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും അടിസ്ഥാനമില്ല കേട്ടോ. ഈ നിപ്പ ബാധിച്ച് 2018 കോഴിക്കോട് ജില്ലയിൽ 17 പേരാണ് മരണപ്പെട്ടത്. 2021 അതേ കോഴിക്കോട് ജില്ലയിൽ 2 പേർ കൂടി മരിച്ചു. 2023 കോഴിക്കോട് ജില്ലയിൽ വീണ്ടും 2 മരണം റിപ്പോർട്ട് ചെയ്യുകയാണ്. അതേ വർഷം മലപ്പുറത്തു കൂടി 1 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതേ വർഷം തന്നെ എറണാകുളത്ത് ഒരാളിൽ നിപ്പ സംശയിച്ചിരുന്നുവെങ്കിലും 1.5 മാസം നീണ്ട ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയായിരുന്നു. പേരാമ്പ്ര ചങ്ങരോത്ത് പഞ്ചായത്തിലെ സൂപ്പിക്കടയിൽ വളച്ചുകെട്ടി വീട്ടിൽ മുഹമ്മദ് സാബിത്തിനെ നമുക്കാർക്കും മറക്കാൻ കഴിയില്ല, കേരളത്തിന് മറക്കാൻ കഴിയില്ല. അദ്ദേഹമാണ് ആദ്യ നിപ്പ ഇര സംസ്ഥാനത്തെ. ഈ സാബിത്തിനെ ചികിത്സിച്ചിരുന്ന നഴ്സ് ലിനിയുടെ മരണം നാടിനെ ആകെ സങ്കടക്കടലിൽ ആഴ്ത്തിയതാണ്. സിസ്റ്റർ ലിനി എന്നും ഒരു കാലത്തും കേരള ജനതയ്ക്ക് മറക്കാൻ കഴിയുന്നതുമല്ല. നിപ്പയുടെ വഴികളടച്ച് കർശന സുരക്ഷയുമായി സർക്കാരും ഡോക്ടർമാരും ഒക്കെ വലിയ ജാഗ്രത കാട്ടുമ്പോഴാണ് കോഴിക്കോട് നിപ്പയ്ക്ക് നിലയ്ക്കാതെയുള്ള നിപ്പയുടെ വരവ് എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. ഇപ്പം ഈ നിപ്പ എന്തുകൊണ്ട് കോഴിക്കോട് മാത്രം വട്ടം കറങ്ങുന്നു എന്ന ചോദ്യം ആശങ്കയുണ്ടാക്കുന്നതാണ്. ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് തന്നെ നിപ്പ ബാധയിലും ഏറ്റവും കൂടുതൽ കോഴിക്കോട്ടാണെന്ന് പറയാം. ആൾക്കാരുടെ ചെറിയ പനി പോലും ഇവിടെ പരിശോധിക്കുന്നുണ്ടെങ്കിലും സീസൺ തെറ്റാതെ നിപ്പ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട കാര്യം. കൊൽക്കത്തയിലാണ് കോഴിക്കോടിന് മുൻപ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് നിപ്പ. പക്ഷേ അത് തിരിച്ചറിഞ്ഞത് 5 വർഷത്തിന് ശേഷമായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇതിന്റെ ആശങ്ക പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. രോഗലക്ഷണങ്ങളുള്ളവരുടെ പരിശോധനകളൊക്കെ കൃത്യമായിട്ട് സംസാരം നടക്കുന്നുണ്ട്, ചികിത്സ നടക്കുന്നുണ്ട്. ചികിത്സയിലൂടെ മരണക്കിടക്കയിൽ നിന്ന് പോലും പലരെയും ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ നമ്മുടെ ആരോഗ്യ രംഗത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴും അതിമാരകമായ നിപ്പയുടെ ഉറവിടം നമുക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നേ. അതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യവും. ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ ശാസ്ത്രീയമായ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമാണെന്നുള്ളതാണ്. വവ്വാലുകളിൽ നിന്നും നിപ്പ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ വവ്വാലിൽ നിന്നും നിപ്പ എങ്ങനെ മനുഷ്യരിലേക്ക് പടരുന്നു എന്ന കാര്യം ഇപ്പോഴും അജ്ഞാതമാണ്. ഇതിനാണ് ശരിക്കും ഒരു
ശാസ്ത്രീയമായ പഠനം വേണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ആനിമൽ ഹെൽത്ത്, അതേപോലെ ആന്ത്രോപോളജി, വൈൽഡ് ലൈഫ്, പരിസ്ഥിതി തുടങ്ങി വിവിധ വിഭാഗങ്ങളൊക്കെ ഏകോപിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു പഠനത്തിന് മുൻകൈ എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അല്ലാതെ ഇപ്പോൾ കേവലം സർവേ കൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പോലും ഈ വിഷയത്തിൽ പറയുന്ന കാര്യം. നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ആകാശ് കൂടി ഈ വിഷയത്തിൽ തത്സമയം ചേരുന്നുണ്ട്. ആകാശ്, ഗുഡ് ഈവനിങ്. ഇപ്പം നിപ്പ ബാധിക്കപ്പെട്ട് ഇപ്പോഴും ചികിത്സയിലുള്ളയാളിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതങ്ങനെ തന്നെയാണോ? നിലവിൽ ഈ അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെയൊക്കെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയെങ്കിലും രോഗബാധിതന്റെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ വേണം. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നിപ്പ അതെന്തുകൊണ്ടാണ് ഈ കോഴിക്കോട് മാത്രം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് എന്ന കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു ശാസ്ത്രീയ പഠനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ, ആകാശ്? സേതുലക്ഷ്മി, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം ഇപ്പോഴും നിപ്പ ബാധിതനായിട്ടുള്ള 43-കാരൻ ഫറൂഖ് സ്വദേശി ഇപ്പോഴും ആവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളുടെ സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും തന്നെ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. പരിശോധനാ ഫലങ്ങളെല്ലാം തന്നെ നെഗറ്റീവായിട്ടുണ്ട്. എന്നാൽ പോലും ഈ നിപ്പയുടെ ഉറവിടവുമായി ബന്ധപ്പെട്ട് വലിയ അവ്യക്തതയാണ് നിലവിൽ തുടരുന്നത്. അതിൽ കഴിഞ്ഞ ദിവസമായിരുന്നു രാമനാട്ടുകരയിൽ നിന്നുള്ള വവ്വാലുകളുടെ സാമ്പിളുകൾ ഭോപ്പാലിൽ പരിശോധനയ്ക്ക് അയച്ചത്. എന്നാൽ ആ വവ്വാലുകളിൽ നിന്നും ഈ നിപ്പ വൈറസിൻ്റെ യാതൊരുവിധ സാന്നിധ്യവും ഇല്ല എന്നുള്ള നെഗറ്റീവ് ഫലമാണ് ലഭിച്ചത്. അതിനാൽ തന്നെ എവിടെ നിന്നാണ് ഈ അസുഖം വരുന്നത് എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. ആദ്യം തന്നെ നമുക്ക് പറയാം, ഈ 2026 രാമനാട്ടുകര സ്വദേശിക്ക് ബാധിച്ചിരിക്കുന്നത് ഇൻഡെക്സ് കേസാണ്. ആദ്യം ബാധിക്കുന്നത് ഇയാൾക്കാണ്, മറ്റാർക്കും തന്നെ ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുമില്ല. അതിനാൽ തന്നെ എവിടെ നിന്നാണെന്നുള്ള കാര്യത്തിൽ നിലവിലൊരു വ്യക്തതയില്ല. പക്ഷേ 2 സാധ്യതകളായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ ഒന്നാമത് ഇയാൾ കൂട്ടിക്കിടന്നൊരു ഗോഡൗണിൽ പോയി അത് തുറന്ന് വൃത്തിയാക്കിയിരുന്നു. അവിടെ വവ്വാലുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതിനാലായിരിക്കാം ഒരു സാധ്യത പറയുന്നു. കൂടാതെ തന്നെ ഇയാൾ വീട്ടിൻ്റെ പരിസരത്തു നിന്നുള്ള ഒരു മരത്തിൽ നിന്ന് സപ്പോട്ട പറിച്ച് കഴിച്ചിരുന്നു. ഇത് രണ്ടുമായിരുന്നു സാധ്യതകളായിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ വവ്വാലുകളുമായി ബന്ധപ്പെട്ടുള്ള സാമ്പിൾ പരിശോധന നടത്തിയപ്പോൾ അത് നെഗറ്റീവ് ആവുന്നതുമായി. എന്നാൽ ഇതിൻ്റെ ഉറവിടവുമായി നിലവിൽ ഒരു വ്യക്തത നിലവിൽ വരുന്നില്ല. അതിന് കൃത്യമായ ഒരു പരിശോധനയും പഠനവും എല്ലാം നടത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് അറിയാം, 2018 കോഴിക്കോട് പേരാമ്പ്രയിൽ ആദ്യമായൊരു നിപ്പ കേസ് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം 6 തവണയാണ് സംസ്ഥാനത്തുടനീളം 6 തവണ നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2018, 2019, 2021, കൂടാതെ 2023, 2024, 2026 അങ്ങനെ 6 വർഷങ്ങളിലാണ് ഇത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 2018 17 പേരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ലിനി സിസ്റ്റർ ഉൾപ്പെടെ 17 പേരുടെ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ഉൾപ്പെടെയുള്ള ആളുകളുടെ 17 പേരുടെ മരണമുണ്ടായൊരു സാഹചര്യമുണ്ട്. അന്ന് കൃത്യമായി അന്നത്തെ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യമായി ഇടപെട്ടതുകൊണ്ട് സമ്പർക്ക പട്ടികയും റൂട്ട് മാപ്പും ഉൾപ്പെടെ ഉണ്ടാക്കി അത് കൃത്യമായി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം നിപ്പയെ തടഞ്ഞു നിർത്താൻ സാധിച്ചു. പിന്നീട് നിപ്പ രോഗങ്ങൾ സ്ഥിരീകരിക്കുമ്പോൾ കൃത്യമായി അതിനൊരു പ്രോട്ടോകോൾ ഉണ്ടായി. കൃത്യമായി സമ്പർക്ക പട്ടികയും റൂട്ട് മാപ്പും ഉൾപ്പെടെയുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടായി. കൂടാതെ തന്നെ ഈ അസുഖവുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ സംസ്ഥാനത്ത് ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. ഈ രോഗം സ്ഥിരീകരിച്ചാൽ മരുന്ന് എത്തിക്കുന്നതിലാണെങ്കിലും അതിന് പിന്നാലെ സമ്പർക്ക പട്ടിക കൊണ്ടുവരുന്നതിലാണെങ്കിലും മറ്റുള്ളവരെ നിരീക്ഷണത്തിലാക്കുന്നതിലാണെങ്കിലും അതൊക്കെ കൃത്യമായ പ്രോട്ടോകോൾ പ്രകാരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴുമുള്ളത് ഈ രോഗം അത് സീസൺ പോലെ സ്ഥിരീകരിക്കുന്നു. ഇതിൻ്റെ ശരിക്കും ഉറവിടം എങ്ങനെയാണ് വവ്വാലിൽ നിന്നും ഇത് മനുഷ്യനിലേക്ക് പടരുന്നത് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഒരു വ്യക്തത ഇല്ലാത്തതും. അതായത് ആ ഉറവിടം കണ്ടെത്തുന്നതിലാണ് നമ്മളിപ്പോഴും പെട്ടുകിടക്കുന്നത്. ഇനിയെങ്കിലും ആരോഗ്യവകുപ്പ് ഇതിൽ ഒരു വ്യക്തത വരുത്തുമെന്നൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ജനങ്ങൾക്ക് ഈ ഒരു ആശങ്കയുണ്ട്, അവർ അത് പറയുന്നുണ്ട്, പലരെയും ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നുമുണ്ട്.